ഐശ്വര്യ നമസ്കാരം. നമസ്കാരം. ഐശ്വര്യ, നമ്മളെ ഈ നവീൻ ബാബു ADM നവീൻ ബാബുവിന്റെ മരണം, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വീണാമണി പോയൊരു കഥയൊക്കെ നിങ്ങൾ എല്ലാവരും ഇന്റർവ്യൂ ചെയ്തതാണ്, അവരോട് സംസാരിച്ചതാണ്, അവരുമായി അഭിമുഖം നടത്തിയതാണ്. അപ്പൊ അതിൽ ഈ മലയാളപ്പുഴ മോഹൻ എന്ന നേതാവ് അതൊരു കൊലപാതകമാണ് എന്നുള്ളത് അറിഞ്ഞോ അറിയാതോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ടങ്ക് അറിയാതെ നാക്കുപിഴ എന്നൊക്കെ പറയുന്നത് പോലെ അത് അദ്ദേഹം അറിയാതെ പറഞ്ഞതാണോ അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതായാലും അത് കൊലപാതകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ആ പാവം പിടിച്ച സ്ത്രീയെ ചുറ്റിപ്പറ്റിയിട്ട് പിടിച്ച് അവരത് ഷൂട്ട് ചെയ്തോ, ആ രംഗം ആ വീഡിയോ നിങ്ങളിലുണ്ടോ എന്നൊരു സംശയം അയാൾക്കുണ്ടായത് ഭയം കൊണ്ടല്ലേ? മലയാളപ്പുഴ മോഹൻ നമ്മൾ ആദ്യം അദ്ദേഹത്തെ അറിയുന്നത് ഭയങ്കര ഒരു നന്മമരമായിട്ട്, ആദ്യം നവീൻ ബാബുവിൻ്റേത് മരണം കൊലപാതകമാണെന്ന് ആദ്യം പറയുന്നത് മലയാളപ്പുഴ മോഹനാണ്. പിന്നീട് മലയാളപ്പുഴ മോഹൻ്റെ പെട്ടെന്നുള്ളൊരു ചാട്ടം, ഒരു മാറ്റം അതും നമ്മൾ കണ്ടു ശരിക്കും. അപ്പോൾ മലയാളപ്പുഴ മോഹന് പെട്ടെന്നുണ്ടായിരുന്ന ആ മാറ്റത്തിലേക്കുള്ളത് അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതായ ഒരു ഫേക്ക് പേഴ്സൺ ആണ് എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പല കാരണങ്ങളും ഉണ്ടായി. അവിടെയാണ് വീണാമണിയുടെ സംസാരിച്ച കാര്യത്തിലാണ് നമുക്കത് മനസ്സിലാവുന്നത്. പുറമേ നിന്ന് പറയുന്നത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല, പക്ഷെ ജനങ്ങളും കാര്യമാക്കേണ്ട കാര്യമില്ല. അയാളൊരു രണ്ട് വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, മുഖത്തിന്റെ ആളാണ്. അത് വീണാമണി സംസാരിക്കുമ്പോഴാണ് നമുക്കതിന്റെ തെളിവ് കിട്ടുന്നത്. വീണാമണി പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടെ പ്രവീൺ ബാബുവിനെ കാണാനായിട്ട്, നവീൻ ബാബുവിന്റെ ബ്രദർ പ്രവീൺ ബാബുവിനെ കാണാനായിട്ട് വീണാമണി മരണം അറിഞ്ഞ സമയത്ത് ചെല്ലുന്നു. അത് വീണാമണി കണ്ണൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ചെല്ലുന്നത്. വീണാമണിയാണ് അവസാനം കണ്ട ദൃക്സാക്ഷി. ബൊലോറയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടത് വീണാമണിയാണ്. മുനീശ്വരൻ കോവിലല്ല, കുറച്ചപ്പുറം മാറിയിട്ട് ഒരു ബൊലേറോയില് നടുക്കാണ് ഇരുത്തിയിരുന്നത്. രണ്ട് സൈഡിലും വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് കൊല്ലാൻ കൊണ്ടുപോകാന്ന് അവർക്കറിയില്ല. അവരിങ്ങനെ കൊണ്ടുപോകുന്നത് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷംസുദ്ദീൻ പറയുന്നു ഓട്ടോയിലാണ് പോയതെന്ന്, വീണാമണി ഉറപ്പിച്ചു പറയുന്നു ബലേറോയിലാണ് പോയതെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ നടുക്കിരുത്തി ഒരാളെ കൊണ്ടുപോകുന്നത് ദുരൂഹത ഉള്ളത് തന്നെയാണ്. അപ്പോൾ വീണാമണി പറയുന്നുണ്ട്, അവിടെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മരണം അറിഞ്ഞ ഉടനെ വീണാമണി കളക്ടറേറ്റിൽ ചെല്ലുന്നു. എങ്ങനെയാണ് അദ്ദേഹം പോയതെന്ന് ചോദിക്കുന്നു. അവരവിടെ നിന്ന് നുണ പറയുന്നു. അപ്പോഴാണ് വീണാമണിക്ക് ഇതിലുള്ള സംശയങ്ങൾ വന്നിട്ട് വീണാമണി പ്രവീൺ ബാബുവിനെ അന്വേഷിച്ച് ഇവിടെ വരുന്നത്. കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരെ വരുന്നത്. ബോഡി അവിടെ എത്തിയിട്ടില്ല. അതെ, വെറുതെ ഒരു സ്ത്രീ അങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പൊ അവരവിടെ വന്നിട്ട് പ്രവീൺ ബാബുവിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രവീൺ ബാബുവിന് നിരവധി കോളുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കോൾസ് അവർക്ക് വരുന്നുണ്ട്. ഈ പാർട്ടിക്കാർ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇവരെ അവിടെ നിന്ന് ഒഴിവാക്കി നിർത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. ജനൽ വഴി കുറെ പേര് നോക്കുന്നു. മലയാളപ്പുഴ കേൾക്കുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയ ഉടനെ ഇവരുടെ ബാഗ് പിടിച്ചു വാങ്ങിക്കുന്നു മലയാളപ്പുഴ മോഹൻ. നിങ്ങളുടെ കയ്യിലെ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു. ആ രംഗം ഷൂട്ട് ചെയ്തത്, നവീൻ ബാബുവിനെ കൊന്നത് ഷൂട്ട് ചെയ്തത് ആ വീഡിയോ താന്ന അയാൾ പറയുന്നത്. വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്, ആ വീഡിയോ ഞങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും നേരം അതൊരു ആത്മഹത്യയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു സംശയത്തിലേക്ക് വന്നിട്ടില്ല. എന്റെ സംശയമേ, ഈ കൊലയാളികൾ ഒരു വേള ഭയപ്പെടുന്നുണ്ടാവും അല്ലെ? ഈ വീണാമണിയുടെ കയ്യിൽ ആ രംഗമുണ്ട്, വീണാമണിയോ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആരുടെ കയ്യിലോ ഈ രംഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ചേട്ടാ എവിടെയാണെങ്കിലും ഒരു കുറ്റം ചെയ്താല് എവിടെയെങ്കിലും ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു തെളിവ് ഉണ്ടാകും. അതൊരു പക്ഷേ വീണാമണിയുടെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു തേർഡ് പേഴ്സന്റെ കയ്യിലായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്, അത് വീണാമണിയാണ് എന്ന് ഇവർ ഭയക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ. പക്ഷെ അത് വീണാമണിക്ക് ഇനി എന്ത് സംഭവിച്ചാലും CPM നേതൃത്വമാണ് കൊന്നത് എന്നൊരു ഉറപ്പായിട്ട് തന്നെ അവരെ തലയിൽ തന്നെ വരും. അത് ഉറപ്പായിട്ടും വരും. മീൻസ് വീണാമണിയുടെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെന്ന് ഇപ്പോഴും അവർ പേടിക്കുന്നത് കൊണ്ടാണ് വീണാമണിക്കെതിരെ ഇങ്ങനത്തെ ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളും നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലേഡീനെ അവിടെ വെച്ചിട്ട് ബാഗ് പിടിച്ചു വാങ്ങിക്കുന്നു. ഒരു ലേഡിയാണ് എന്നുള്ള, ഒരു പെണ്ണാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ ആ പെണ്ണിന്റെ ബാഗും ഫോണും പിടിച്ചു വാങ്ങിച്ചിട്ട് ആ വീഡിയോ വേണം, കൊന്നതിന്റെ ദൃശ്യങ്ങൾ വേണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അതൊരു കൺഫെഷൻ തന്നെയാണ് ശരിക്കും. ഇല്ല, മലയാളപ്പുഴ മോഹൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടി മെമ്പർ അല്ല, അത് ശരിക്കും അറിയാമോ? മലയാളപ്പുഴ മോഹൻ CI2 എന്ന സംഘടനയുടെ, അതായത് CPMന്റെ ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഈ പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. അപ്പൊ സ്വതന്ത്ര സംഘടനയാകുമ്പോൾ ട്രേഡ് യൂണിയൻ ആണ്. ട്രേഡ് യൂണിയൻ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെയൊക്കെ പാർട്ടിക്കകത്തുള്ള ഈ കാര്യങ്ങൾ പറയാം. പാർട്ടി മെമ്പർ ആണെങ്കിൽ ഒരിക്കലും, ഇപ്പൊ ഉദയഭാനു എന്ന പത്തനംതിട്ടയുള്ള CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്. ശരിക്കും അവരിപ്പോ പെട്ടിരിക്കുകയാണ്.
ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ ഘടകവും പെട്ടിരിക്കുകയാണ്. ഈ മലയാലപ്പുഴ മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും പച്ചയ്ക്ക് പറഞ്ഞത് അയാൾ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്നു. അയാൾക്ക് പറയാൻ അയാൾ CITUവിന്റെ നേതാവായതിന് അയാൾക്ക് പറയാൻ പറ്റും. അയാൾക്കെതിരെ ഒരു നടപടിയും ഇവർ ഭയങ്കര ജഡ്ജസ് ആണല്ലോ. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ജഡ്ജസ് ഉണ്ട്, അവർക്ക് തന്നെ പോലീസ് ഉണ്ട്, അവർക്ക് തന്നെ കോടതിയുണ്ട്, ഉണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ വിധി അവർ നിർണ്ണയിക്കും. അത് ഒരു ഭാഷ്യം അവരൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ ഒരു ഔട്ട്ലുക്കും ഇതൊരു വെൽ പ്ലാൻഡ് ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിനെ അവഹേളിച്ച് ആ നാട്ടിൽ നിന്ന് വിടാനായിരുന്നു ആ സ്ക്രിപ്റ്റ് അവർ തയ്യാറാക്കപ്പെട്ടത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി, ആ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു. പക്ഷെ വെറുതെ അങ്ങനെ നിസാര കാര്യത്തിന് കയറി സൂയിസൈഡ് ചെയ്യുന്ന അത്രയും 21 വയസ്സ് മുതൽ 22 വയസ്സ് മുതൽ ജോലി, ഡിഗ്രി കഴിഞ്ഞാൽ ജോലിക്ക് അദ്ദേഹം സ്വന്തം പ്രയത്നം കൊണ്ട് എഡിഎമ്മിന്റെ പോസ്റ്റിൽ എത്തി. അദ്ദേഹം അത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇതുപോലെ സമാനമായ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തരണം ചെയ്ത ഒരാളായിരിക്കും. അതുകൊണ്ട് കേവലം ഈ ഒരു സംഗതിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് 100% ശരിയാണ്. ആദ്യത്തെ കുറെ കാര്യങ്ങളുണ്ട് തന്നെ, നമുക്ക് അത് ഉറപ്പുണ്ട്. പക്ഷെ ഇവിടെ മലയാളപ്പുഴ മോഹന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്ക് വീണാമണിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു കൺഫെഷൻ പോലെ നിൽക്കുകയാണ്. ഏതായാലും വീണാമണി ഒരു തെളിവ് തന്നെയായിരിക്കും. വീണാമണി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോഴും മറ്റു ചാനലുകൾ സംസാരിച്ചപ്പോഴും ചില സാമൂഹ്യ മാധ്യമക്കാർ പറയുന്നു അവർ ഫേക്കാണ്, പോലീസാണ് അവരെ കൊണ്ട് പറയിക്കുന്നത് എന്നൊക്കെയാണ്. എങ്കിലും എനിക്ക് അവരോട് സംസാരിച്ചതിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില പൊരുത്തക്കേടുകൾ തോന്നിയെങ്കിലും എവിടേക്കെയോ ചില പൊരുത്തമുള്ളതായി എനിക്ക് പൊരുത്തക്കേടുകൾ എന്ന് വെച്ചാൽ വീണാമണിയുടെ ഒരു മെയിൻ ഇഷ്യൂ എനിക്ക് മനസ്സിലായത്. ആദ്യം എനിക്കും തോന്നിയിരുന്നു വീണാമണി എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ കിടന്നിട്ട്. പക്ഷെ അവരുടെ ഭർത്താവും ഇതുപോലെ തന്നെ CPMന്റെ വൈരാഗ്യത്തിനിരയായി കൊല്ലപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ ഭാര്യ അതേ രീതിയിൽ കൊന്നു, അരളിപ്പൂ പോലെ എന്തോ കൊടുത്ത് വിഷം കൊടുത്ത് കൊന്നിട്ട്, അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് ഇത്ര ഫുഡിന്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കുകയാണ് ചെയ്തത്. അല്ല, എനിക്കിതില്ലേ ഐശ്വര്യ ഒരു കാര്യം ചോദിക്കാനുള്ള, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ നമുക്ക് മറ്റൊരു വിഷയമാണ്. എന്നാൽ എൻ്റെ ഒരു സംശയം, ഇദ്ദേഹം തൂങ്ങി മരിച്ചു എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ വയർ എംപ്റ്റി ആയിരുന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിലേക്ക് നമുക്ക് അടുത്ത ചർച്ചയിൽ നമുക്ക് വരാം. ഏതായാലും കൊലപാതകമാണ് എന്ന് തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരു നാക്കുപിഴയിൽ മലയാലപ്പുഴ മോഹൻ പറഞ്ഞതും, അതുപോലെ ഇപ്പോൾ MV ജയരാജൻ പറയുന്നു കൊലപാതകം എന്ന് പറയുന്നു. കൊലപാതകമാണെങ്കിൽ ഞങ്ങളുടെ PP ദിവ്യയെ ആത്മഹത്യ കുറ്റത്തിന്, പ്രേരണ കുറ്റത്തിന് ശിക്ഷിക്കാനാകുമോ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ ഇതിനിടയിൽ ഉള്ളത് കൊണ്ടാണ് ഒരു വീണാമണി വന്നത്. ഇവരുടെയൊക്കെ നാക്കുപിഴ വന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇന്നിപ്പോൾ പ്രമാദമായി ആ പ്രശാന്തൻ്റെ കേസ്, വിജിലൻസ് കേസ് പിന്നെ ആവിയായി പോവുകയാണ്. അയാൾ കൊടുത്ത കേസ് ഒന്നുമല്ലാതാവുകയാണ്. എന്തായാലും വിധിക്ക് ഇനി ആകെ 2 ദിവസങ്ങൾ 3 ദിവസങ്ങൾ പോലും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ശനിയാഴ്ചക്കകത്ത് തന്നെ വിധി പറയും. നാളെ വ്യാഴം വെള്ളിയോ വ്യാഴനോ, വ്യാഴമോ വെള്ളിയോ ഇതിൻ്റെ ഉണ്ടാവും. നമുക്ക് ഇരിക്കാം. നമുക്ക് ഇനിയും ചർച്ചകൾ ഇതിനെ സംബന്ധിച്ചുണ്ടാകും. തൽക്കാലം നിർത്തുന്നു. തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. അതെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.